ആകാശവാണി നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് അഞ്ജന പുതിയമഠം. രാജ്യത്തിന്റെ വർത്തമാനകാലത്തേക്കും ഭാവിയിലേക്കുമുള്ള മാർഗരേഖയാണ് ഭരണഘടനയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഭരണഘടനാ ദിനാചരണത്തോട് അനുബന്ധിച്ച് സുപ്രീം കോടതിയിൽ നടന്ന പരിപാടിയെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഇന്ത്യൻ ജുഡീഷ്യറിയുടെ 2023-24 വാർഷിക റിപ്പോർട്ടും പ്രധാനമന്ത്രി ചടങ്ങിൽ പ്രകാശനം ചെയ്തു. കേന്ദ്ര നിയമമന്ത്രി അർജുൻ റാം മേഘ്വാൾ, ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന, സുപ്രീം കോടതിയിലെ മറ്റ് ജഡ്ജിമാർ തുടങ്ങിയവർ ചടങ്ങിൽ സന്നിഹിതരായി. ഭരണഘടനാ ദിനത്തോടനുബന്ധിച്ച് കേരളത്തിൽ ഇന്ന് വിപുലമായ പരിപാടികൾ നടന്നു. നെഹ്റു യുവകേന്ദ്രയുടെ ആഭിമുഖ്യത്തിൽ തിരുവനന്തപുരം കവടിയാർ വിവേകാനന്ദ പ്രതിമയ്ക്ക് മുന്നിൽ നിന്ന് നിയമസഭ വരെ പദയാത്ര സംഘടിപ്പിച്ചു. തുടർന്ന് ഭരണഘടനാ ദിനാഘോഷ പരിപാടിയുടെ ഉദ്ഘാടനം സ്പീക്കർ എൻ ഷംസീർ നിർവഹിച്ചു. രാജ്യത്തെ ആദ്യത്തെ ഭാഷാ സാഹിത്യ സാംസ്കാരിക മ്യൂസിയമായ അക്ഷരത്തിന്റെ ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിച്ചു. സഹകരണ വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ സാഹിത്യ പ്രവർത്തക സഹകരണ സംഘത്തിന്റെ കോട്ടയം നാട്ടകത്തെ സ്ഥലത്താണ് മ്യൂസിയം ഒരുക്കിയിരിക്കുന്നത്. സഹകരണ വകുപ്പും SPCSഉം ചേർന്ന് ഏർപ്പെടുത്തിയ അക്ഷര പുരസ്കാരം ചടങ്ങിൽ പ്രശസ്ത സാഹിത്യകാരൻ M. മുകുന്ദന് മുഖ്യമന്ത്രി സമ്മാനിച്ചു. സമഗ്രമായ വളർച്ച പ്രോത്സാഹിപ്പിക്കുന്നതിനും ബൌദ്ധിക സ്വത്തവകാശ സംരക്ഷണത്തിൽ തുല്യത ഉറപ്പാക്കുന്നതിനുമുള്ള പ്രതിബദ്ധത ഊട്ടിയുറപ്പിച്ച് റിയാദ് ഡിസൈൻ നിയമ ഉടമ്പടിയിൽ ഒപ്പുവച്ച ഇന്ത്യ വ്യത്യസ്ത അധികാര പരിധികളിലെ രജിസ്ട്രേഷൻ പ്രക്രിയകളുടെ കാര്യക്ഷമത മെച്ചപ്പെടുത്തുന്നതും വ്യാവസായിക ഡിസൈൻ പരിരക്ഷയ്ക്കായുള്ള നടപടിക്രമ ചട്ടക്കൂടുകൾ സമന്വയിപ്പിക്കുന്നതുമാണ് ഉടമ്പടി. നെടുങ്കണ്ടത്ത് വിദ്യാർത്ഥിയെക്കൊണ്ട് ഛർദി വാരിപ്പിച്ചെന്ന പരാതിയിൽ അന്വേഷിച്ച് റിപ്പോർട്ട് നൽകാൻ മന്ത്രി വി ശിവൻകുട്ടി പൊതുവിദ്യാഭ്യാസ ഡയറക്ടർക്ക് നിർദ്ദേശം നൽകി. തിരുവനന്തപുരം നെയ്യാറ്റിൻകര ഗവൺമെന്റ് ബോയ്സ് സ്കൂളിൽ +2 വിദ്യാർത്ഥിയെ കൊടിമരത്തിൽ കയറ്റിച്ച സംഭവത്തിലും കാട്ടാക്കട പൂവച്ചൽ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ വിദ്യാർത്ഥികൾ തമ്മിലുണ്ടായ സംഘടനത്തിൽ പ്രഥമ അധ്യാപികയ്ക്കും PTA പ്രസിഡന്റിനും മർദ്ദനമേറ്റ സംഭവത്തിലും റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിലെ വിദ്യാർത്ഥികൾ സർക്കാർ നൽകുന്ന ഉന്നത വിദ്യാഭ്യാസ അവസരങ്ങൾ പ്രയോജനപ്പെടുത്തി മുൻനിരയിലേക്ക് എത്തണമെന്ന് മന്ത്രി OR കേളു. സ്പോർട്സ് മീറ്റുകളിൽ മികച്ച വിജയം നേടിയ ശ്രീ അയ്യങ്കാളി മെമ്മോറിയൽ ഗവൺമെന്റ് മോഡൽ റെസിഡൻഷ്യൽ സ്പോർട്സ് സ്കൂളിലെ വിദ്യാർത്ഥികളെ അനുമോദിക്കുന്ന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി. കൃഷി വകുപ്പുമായി ബന്ധപ്പെട്ട സേവനങ്ങൾ കർഷകർക്ക് വേഗത്തിലും മുൻഗണനയിലും ലഭ്യമാകുവാൻ സഹായകമാകുന്ന ആശ്രയ കാർഷിക സേവന കേന്ദ്രങ്ങൾ രൂപീകരിച്ച് സർക്കാർ ഉത്തരവായി. സർക്കാരിന്റെ 4ാം 100-ദിന കർമ്മ പരിപാടിയുടെ ഭാഗമായാണ് പദ്ധതി ആവിഷ്കരിച്ചത്. 112 കേന്ദ്രങ്ങളിൽ നിന്നുള്ള ശബരിമല ബജറ്റ് ടൂറിസം പദ്ധതിക്ക് KSRTC തുടക്കം കുറിച്ചു. ശബരിമല ദർശനം കഴിഞ്ഞ് തിരികെ എത്തിക്കുന്ന രീതിയിൽ ക്ഷേത്രങ്ങൾ കേന്ദ്രീകരിച്ചാണ് സർവീസുകൾ. നാട്ടിക അപകടത്തിൽ മരണമടഞ്ഞവരുടെ സംസ്കാര ചടങ്ങുകൾ ഗോവിന്ദാപുരം ശ്മശാനത്തിൽ നടന്നു. പോസ്റ്റ്മോർട്ടം നടപടി പൂർത്തിയാക്കി മൃതദേഹങ്ങൾ നാട്ടിലെത്തിക്കുന്നതിനുള്ള ക്രമീകരണങ്ങൾ സംസ്ഥാന സർക്കാർ ഒരുക്കിയിരുന്നു. ഇന്നു പുലർച്ചെയാണ് തടി കയറ്റി വന്ന ലോറി ഉറങ്ങിക്കിടന്നവർക്കിടയിലേക്ക് നിയന്ത്രണം വിട്ട് പാഞ്ഞുകയറി 2 കുട്ടികൾ ഉൾപ്പെടെ 5 പേർ മരിച്ചത്. പരിക്കേറ്റ 7 പേരിൽ 2 പേരുടെ നില ഗുരുതരമാണ്. കണ്ണൂർ ADM ആയിരുന്ന നവീൻ ബാബുവിന്റെ മരണത്തിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ട് നവീൻ ബാബുവിന്റെ ഭാര്യ ഹൈക്കോടതിയിൽ ഹർജി നൽകി. പോലീസ് അന്വേഷണം തൃപ്തികരമല്ലെന്ന് കുടുംബം ഹർജിയിൽ ആരോപിക്കുന്നു. ആത്മഹത്യ എന്ന പോലീസ് നിഗമനം മുഖവിലക്കെടുക്കാൻ ആകില്ലെന്നും കൊലപാതകമാണോ എന്ന് സംശയമുണ്ടെന്നും ഹർജിയിൽ പറയുന്നുണ്ട്. സംസ്ഥാനത്ത് മോഷണ സംഘങ്ങൾ സൃഷ്ടിക്കുന്ന ഭീതി അവസാനിപ്പിക്കുന്നതിന് കർശനവും ഫലപ്രദവുമായ നടപടികൾ സ്വീകരിക്കണമെന്ന് മനുഷ്യാവകാശ കമ്മീഷൻ. ജനങ്ങളുടെ സമാധാന ജീവിതം ഉറപ്പാക്കണമെന്നും സംസ്ഥാന പോലീസ് മേധാവിക്ക് കമ്മീഷൻ നിർദ്ദേശം നൽകി. കണ്ണൂർ വളപട്ടണത്ത് നടന്ന മോഷണവുമായി ബന്ധപ്പെട്ട പത്രവാർത്തയുടെ അടിസ്ഥാനത്തിൽ സ്വമേധയാ രജിസ്റ്റർ ചെയ്ത കേസിലാണ് നടപടി. ഗുരുവായൂർ ഏകാദശിയുടെ ഭാഗമായുള്ള ചെമ്പൈ സംഗീതോത്സവത്തിന് ഇന്ന് തുടക്കം. 15 ദിനരാത്രങ്ങളെ സംഗീതസാന്ദ്രമാക്കുന്ന ചെമ്പൈ സംഗീതോത്സവം ആരംഭിച്ചിട്ട് 50ാമത്തെ വർഷമാണിത്. രാവിലെ 6 തുടങ്ങി രാത്രി 12 വരെ നീണ്ടുനിൽക്കുന്ന സംഗീതാർച്ചനകൾക്കും നാളെ തുടക്കമാകും. ഹജ്ജിന് ആദ്യഘട്ടത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ട രേഖകൾ സമർപ്പിച്ചവർ 2ാം ഗഡു തുകയായ 1,42,000 രൂപ അടുത്ത മാസം 16-നകം അടയ്ക്കണമെന്ന് കേന്ദ്ര ഹജ്ജ് കമ്മിറ്റി അറിയിച്ചു. അടുത്ത വർഷത്തെ ഹജ്ജ് കർമ്മത്തിന് കേരള സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി മുഖേന അപേക്ഷിച്ച് വെയിറ്റിംഗ് ലിസ്റ്റിൽ ഉൾപ്പെട്ട ക്രമ നമ്പർ 1 മുതൽ 1711 വരെയുള്ള അപേക്ഷകർക്ക് കൂടി അവസരം ലഭിച്ചതായും ഹജ്ജ് കമ്മിറ്റി അറിയിച്ചു. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, എറണാകുളം, ഇടുക്കി, തൃശൂർ, പാലക്കാട്, മലപ്പുറം ജില്ലകളിൽ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. കേരള തീരത്ത് വെള്ളിയാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. രാജ്യത്തെ ഓഹരി വിപണികളിൽ നഷ്ടം. ബോംബെ ഓഹരി സൂചിക സെൻസെക്സ് 106 പോയിന്റ് താഴ്ന്ന് 80,004-ലും ദേശീയ ഓഹരി സൂചിക നിഫ്റ്റി 27 പോയിന്റ് നഷ്ടത്തിൽ 24,195-ലും വ്യാപാരം അവസാനിപ്പിച്ചു. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45-ന്.